നമ്മൾ സെക്കൻഡ് ഡേ കിളിക്കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നോ, ഓക്കെ ആണോ, അവർ കൂടുമായിട്ട് അഡ്ജസ്റ്റ് ആയോ എന്നറിയാൻ വേണ്ടി വന്ന് നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ ഇല കരിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇലയാണെങ്കിൽ ഒരു സൈഡിലേക്ക് ഫുള്ള് കരിഞ്ഞു, മുകളിൽ നിന്നാണെങ്കിൽ അത് വിട്ട്, അതായത് നല്ല രീതിക്ക് വാടി നിൽക്കുകയാണ്. അതിനി ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ടു പോകാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് അമ്മയാണെങ്കിൽ ഒരു നെറ്റ് എടുത്തിട്ട് വന്നിട്ടാണെങ്കിൽ അതിനെ ഒരു താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് കെട്ടിക്കൊടുക്കുകയാണ്. അത് കൂട് താഴെ പോകാതിരിക്കാൻ കാറ്റടിച്ചോ മഴ പെയ്താൽ എങ്ങനെയെങ്കിലുമൊക്കെ താഴെ പോകാൻ ചാൻസ് ഉണ്ട്. മറ്റുള്ള കിളികൾ അതിനെ കാണാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴും ഒരുപാട് കിളികളും കാക്കകളും ഒക്കെ വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അമ്മയും തെച്ചും കൂടെ പോയി നിന്ന് കിളിക്കുഞ്ഞിന് നല്ല രീതിക്ക് കവറാകുന്ന രീതിയിൽ താഴെ പോകാതെ താങ്ങി നിർത്തുന്ന രീതിയിൽ അത് കെട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു. അവർ ആ കൂടുമായിട്ട് ഓക്കെ ആകുമോ അതോ ആ കൂട് വിട്ട് പോകുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ആ കിളികൾ കണ്ണ് പോലും വിരിഞ്ഞിട്ടില്ല. നല്ല രീതിക്ക് അതൊന്ന് രക്ഷപ്പെടണം, കണ്ണ് വിരിഞ്ഞ് അത് പറക്കാറാകുന്നവരെ അതിനൊരു പ്രൊട്ടക്ഷൻ കിട്ടണം എന്ന രീതിയിലാണ് നമ്മളത് കെട്ടിക്കൊടുക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം കൂടുമായിട്ട് അഡ്ജസ്റ്റ് ആകുമോ ഇല്ലയോ, അത് കൂട് വിട്ട് പോകുമോ എന്നൊക്കെ എന്തായാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കി ഓക്കെ ആകുമോ എന്ന്. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കിളികൾ വരുന്നുണ്ടായിരുന്നു. കിളികൾ വന്നു, ചുറ്റുമിരുന്നത് നോക്കുന്നു. ഒരാളാണെങ്കിൽ തീറ്റയായിട്ട് വന്നിട്ട് അതിൻ്റെ മുകളിൽ വന്നിരുന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അവരെന്തായാലും താഴേക്ക് ഒരാൾ താഴേക്ക് ഇറങ്ങി വന്ന് കൂട്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അവർ കൂടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്, എങ്ങനെയാകുമെന്നറിയില്ല. വന്നിട്ട് തിരിച്ചിറങ്ങി തീറ്റ കൊടുത്തിട്ട് മറ്റു കിളി താഴെ വന്നിരുന്ന് ചുറ്റും വീക്ഷിക്കുകയാണ്. എങ്ങനെയുണ്ട്, ഇതെങ്ങനെ സംഭവിച്ചു എന്ന രീതിയിൽ. നിങ്ങൾ കുറച്ച് നേരം മാറിയിരുന്ന് നോക്കി. അപ്പോൾ രണ്ടുപേരും വരുന്നുണ്ട്, തീറ്റ കൊടുക്കുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. അവർ ഹാപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാട്ട് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതിൻ്റെ അടുത്ത പാട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ ബാലൻസ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.